ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ നമുക്കൊരു 7 സീറ്റർ വാഹനം വാങ്ങണമെന്നുണ്ടെങ്കിൽ മിനിമം എങ്ങനെ പോയാലും ഒരു 12 ലക്ഷം രൂപ 15 ലക്ഷം രൂപ മിനിമം പ്രൈസ് വരുന്ന വാഹനങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എന്നാലും നമുക്ക് പ്രൈസ് നോക്കുമ്പോൾ നമുക്ക് വാഹനം കിട്ടുന്നത് ആക്ച്വലി ഒരു ബേസ് മോഡലൊക്കെ ആയിരിക്കും. അവിടെയാണ് റിനോൾട്ട് എന്ന ബ്രാൻഡിൻ്റെ ഒരു പ്രസക്തി. റിനോൾട്ട് ട്രൈബർ ആണ് ആ വാഹനം. ആക്ച്വലി വളരെ അഗ്രസീവ്ലി പ്രൈസ് ചെയ്ത ഒരു 7 സീറ്റർ വാഹനമാണ് റിനോൾട്ട് ട്രൈബർ എന്ന് പറയുന്നത്. സബ് 4 മീറ്റർ വാഹനമാണ്. സോ ഇന്ന് നമ്മൾ പോകുന്നത് റിനോൾട്ടിൻ്റെ ട്രൈബർ വാങ്ങാനുള്ള 5 റീസൺസ് ആണ്. അതുപോലെ തന്നെ ഈ വാഹനം ഡ്രൈവ് ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് നെഗറ്റീവ് പോയിന്റ്സും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുന്നതായിരിക്കും. സോ അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. ഞാൻ താരിഖ് ഹുസൈൻ, ഡ്രൈഫയുടെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അഫോർഡബിൾ ആണ് എന്നുള്ളതാണ്. സോ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് കൺസിഡർ ചെയ്യുമ്പോൾ ഇതൊരു 7 സീറ്റർ വാഹനമാണ്. ഈ ഒരു 7 സീറ്റർ വാഹനത്തിൻ്റെ പ്രൈസ് കൺസിഡർ ചെയ്യുമ്പോൾ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ളൊരു വാഹനമാണ്. ഈ വാഹനത്തിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 5.26 ലാക്സിലാണ് എക്സ് ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് എൻഡ് വാഹനത്തിന് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് ഏകദേശം 7.8 ലാക്സ് ആണ്. എന്നാൽ ഓൺ റോഡ് പ്രൈസ് നോക്കുമ്പോൾ ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഏറ്റവും ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് മോഡലിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 9.28 ലാക്സ് മാത്രമാണ്. ഈ ഒരു വിലയിൽ നമ്മുടെ മാർക്കറ്റിൽ വേറൊരു 7 സീറ്ററും അവൈലബിൾ അല്ല എന്നുള്ളതും ഒരു ഹൈലൈറ്റ് തന്നെയാണ്. ഏകദേശം നമ്മളൊരു ഹാച്ച് ബാക്ക് വാങ്ങുന്ന വിലയ്ക്ക് ഒരു 7 സീറ്റർ വാഹനം വാങ്ങാൻ പറ്റും. അത് തന്നെയാണ് റിനോൾട്ട് ട്രൈബറിനെ വേൾഡ് മാർക്കറ്റിൽ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം. സോ ദ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഡിസൈൻ ആൻഡ് ഫീച്ചർ പാക്ഡ് ആണ് എന്നുള്ളതാണ്. റിനോൾട്ട് ട്രൈബറിൻ്റെ ഡിസൈനിലേക്ക് വരുമ്പോൾ ഫ്രണ്ടൊക്കെ നല്ല ഒരു ബോൾഡ്ലി ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്തൊരു വാഹനമാണ്. റിനോൾട്ടിൻ്റെ സാധാരണ നമ്മളെല്ലാ വാഹനങ്ങളും കാണുന്നത് അതൊരു ഫ്രണ്ട് ഫേസ് തന്നെയാണ് വരുന്നത്. ഈ ഒരു ബോൾഡ് ആയിട്ടുള്ള ഗ്രില്ലും അതുപോലെ തന്നെ വലിയ റിനോൾട്ടിൻ്റെ ലോഗോയും ലോവർ പാർട്ടൊക്കെ ഒരു ബോൾഡ് ലുക്ക് ഫീൽ ചെയ്യാനായിട്ട് ഒരു ക്ലാഡിംഗ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ് വരുന്നുണ്ട്, പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. സോ ഈ ഒരു വാഹനം നമ്മൾ ഓവറോൾ നോക്കുമ്പോൾ ഇത് ആക്ച്വലി ഒരു സബ് 4 മീറ്റർ വാഹനമാണെന്ന് നമുക്ക് തീരെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഈ വാഹനത്തിൻ്റെ ലെങ്ത് വരുന്നത് 3.9 മീറ്ററാണ്. അതിൻ്റെ വിഡ്ത്തും ഇതിൻ്റെ ഹൈറ്റും നമ്മൾ ഏകദേശം ഒരു കമ്പയർ ചെയ്യുകയാണെങ്കിൽ വിറ്റാര ബ്രസാത്ത് ആ ഒരു വാഹനത്തിൻ്റെ അത്രയാണ് ഇതിൻ്റെ വിഡ്ത്തും ഹൈറ്റും വരുന്നത്. ഏകദേശം അത്രയും വലിയ വാഹനം തന്നെയാണ് റിനോൾട്ട് ട്രൈബർ വന്നിരിക്കുന്നത്. സൈഡിൽ വന്നിരിക്കുന്നത് നമുക്ക് അലോയ് വീൽസ് പോലെ തോന്നുന്ന ഒരു 3D വീൽ കപ്പാണ് വന്നിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അലോയ് വീൽസ് ആണേ തോന്നത്തുള്ളൂ. ആക്ച്വലി നല്ലൊരു കാര്യമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ചുകൂടി ഒരു ബോൾഡ് ലുക്ക് ഫീൽ ചെയ്യാനായിട്ട് സൈഡിൽ ഫുൾ ഒരു ബ്ലാക്ക് കളർ ക്ലാഡിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 186 mm ഗ്രൗണ്ട് ക്ലിയറൻസും ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ റൂഫ് റെയിലിൻ്റെ ഒരു അഡീഷൻ വരുന്നുണ്ട്. ഫംഗ്ഷണൽ ആയിട്ടുള്ള റൂഫ് റെയിൽ തന്നെയാണ്. ഏകദേശം 50 കിലോളം നമുക്ക് ക്യാരി ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ റൂഫ് ഉയർന്നു പോകുന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു ഡിസൈൻ ആക്ച്വലി ഈ ഒരു റൂഫ് റെയിൽ കൊണ്ട് മാസ്ക് ചെയ്തിരിക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. സോ ഇനി നമുക്ക് ഇതിൻ്റെ ഫീച്ചർ പാക്ഡ് ഒരു ഫീച്ചേഴ്സിലേക്ക് പോകാം. ഈ ഒരു പ്രൈസ് റേഞ്ച് കൺസിഡർ ചെയ്യുമ്പോൾ ഭയങ്കര ഫീച്ചറുകളായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു വാഹനം തന്നെയാണ് ഈ വരുന്ന റിനോൾട്ട് ട്രൈബർ. സോ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ വന്നിരിക്കുന്ന സ്മാർട്ട് കാർഡിൻ്റെ ഓപ്ഷനാണ്. സാധാരണ ഒരു കൺവെൻഷണൽ റിമോട്ടിൽ നിന്ന് ഒരു വ്യത്യസ്തത ആക്ച്വലി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പ്രീമിയംനെസ് ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു ഫീച്ചർ തന്നെയാണ് ഈ വന്നിരിക്കുന്ന സ്മാർട്ട് കാർഡ്, അതായത് കീലെസ് എൻട്രി ആൻഡ് ഗോ. അതുപോലെ വന്നിരിക്കുന്ന അടിപൊളി പ്രീമിയം ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ഈ വന്നിരിക്കുന്ന ഒരു 8 ഇഞ്ച് ടച്ച് സ്ക്രീൻ സിസ്റ്റം. ഇതിലും കൂടിയ വാഹനത്തിൽ ഇതിലും മോഷൻ ടച്ച് സ്ക്രീൻ വരുന്ന വാഹനങ്ങൾ ഇപ്പോഴും നമുക്ക് അവൈലബിൾ ആണ്. എന്നാൽ ഈ ഒരു വാഹനത്തിൽ നല്ല ഫ്ലൂയിഡിക് ആയിട്ടുള്ള നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഇത്ര സൺലൈറ്റിൽ നമുക്ക് നല്ല രീതിയിൽ വിസിബിലിറ്റി തരുന്നൊരു ടച്ച് സ്ക്രീൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് ഡ്രൈവിംഗ് എക്കോ മോഡിൽ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ സാറ്റലൈറ്റ് നാവിഗേഷൻ വരുന്നുണ്ട്, ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും വരുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ വളരെ ഒരു വൃത്തിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന ഈ ഒരു ടച്ച് സ്ക്രീൻ യൂണിറ്റ്. 2021 പുതിയതായിട്ടൊരു റിനോൾട്ടിൻ്റെ മോഡലൂടെ വന്നിട്ടുണ്ട്. ആ ഒരു വാഹനത്തിൽ കുറച്ചും കൂടി ഫീച്ചർ റിച്ചാണ് ആ വാഹനം. സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ കൺട്രോൾസ് വരുന്നുണ്ട് ആ ഒരു വാഹനത്തിൽ. അതുപോലെ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഡ്രൈവർ സീറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ORVM ഇൻഡിക്കേറ്റേഴ്സ് വരുന്ന ORVM വരുന്നുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ ഒരു ഡുവൽ ടോൺ റൂഫിന്റെ അഡിഷനും കൂടി 2021 മോഡൽ ട്രൈബറിൽ വരുന്നുണ്ട്. സോ ഇത് തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് വാഹനം പ്രാക്ടിക്കലാണ് എന്നുള്ളതാണ്. സോ ഈ ഒരു വാഹനത്തിന്റെ പ്രാക്ടിക്കാലിറ്റിയിലേക്ക് വരുമ്പോൾ ഈ വാഹനത്തിന് ഒരു 7 സീറ്റർ ആക്കുന്നത് ഈ ബാക്കിൽ ചേർന്നിരിക്കുന്ന 2 സീറ്റുകളാണ്. ഈ സീറ്റ് നോർമലായിട്ട് പൊക്കി വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം 85 ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് ആണ് കിട്ടുന്നത്. ഈ വാഹനത്തിൽ ഈ ഒരു സീറ്റിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ആക്ച്വലി ഈ ഒരു സീറ്റ് ഫോൾഡ് ചെയ്യാൻ മാത്രമല്ല, ഇത് ആക്ച്വലി നമുക്ക്
റിമൂവ് ചെയ്യാനും സാധിക്കുന്ന ഒരു സീറ്റാണ്. ആക്ച്വലി ഇത് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ഇളക്കി വീട്ടിലോ വെളിയിലോ എവിടെയെങ്കിലും വെക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സീറ്റ് മാത്രം ഇളക്കി കഴിഞ്ഞാൽ ഏകദേശം 320 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് കിട്ടും. ഈ 2 സീറ്റ് ഇളക്കി മാറ്റുവാണെങ്കിൽ നമുക്ക് ഏകദേശം 625 ലിറ്റർ ബൂട്ട് സ്പേസ് നമുക്ക് എൻജോയ് ചെയ്യാനും സാധിക്കും. സോ ആക്ച്വലി ഒരു ഫ്ലെക്സിബിൾ വാഹനമാക്കി മാറ്റുന്നതിൻ്റെ പ്രധാന ഘടകം വന്നിരിക്കുന്നതും ഈ ബാക്ക് സീറ്റുകളാണ്. സോ ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ തേർഡ് റോയിലുള്ള പ്രാക്ടിക്കാലിറ്റി എന്തോരുണ്ടെന്ന് നോക്കാം. തേർഡ് റോയിലൊക്കെ എൻ്റർ ചെയ്യാനായിട്ട് ഒരു 1 ടച്ച് അക്സസിബിലിറ്റി ഒക്കെ റിനോൾട്ട് കൊണ്ടുവരുന്നുണ്ട്. ഒറ്റ ടച്ചിൽ തന്നെ നമുക്ക് ഈ സീറ്റ് ടംബിൾ ചെയ്ത് വളരെ ഈസി ആയിട്ടുള്ളൊരു ഓപ്പൺ സ്പേസ് തന്നെ കിട്ടുന്നുണ്ട്. സോ ആക്ച്വലി വളരെ കുഴപ്പമില്ലാത്തൊരു ബാക്ക് സീറ്റ് സ്പേസ് തന്നെ ഈ ഒരു വാഹനത്തിനുണ്ട്. രണ്ടുപേർക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇരിക്കാം. എൻ്റെ ഒരു ഹൈറ്റ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 5.8 ആണ്. എന്നാലും എനിക്ക് അത്യാവശ്യം ലെഗ് സ്പേസ് കിട്ടുന്നുണ്ട്. കുറച്ച് നീയപ്പായിട്ടുള്ള പൊസിഷനാണ് സാധാരണ എല്ലാ വാഹനങ്ങളുടെ ബാക്ക് സീറ്റ് പോലെ. കംഫർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റ് ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഹെഡ് റൂം വരുന്നുണ്ട്. പ്രാക്ടിക്കാലിറ്റിയുടെ ഭാഗമായിട്ടും ഈ ഒരു AC വെന്റുകൾ വരുന്നുണ്ട്. അത്യാവശ്യം കൂൾഡായിട്ട് തന്നെ നമുക്ക് ഏറ്റവും റിയർ സീറ്റിൽ ഇരിക്കാൻ സാധിക്കും. കുറച്ചും കൂടി ഹൈറ്റ് ഉള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ കനമുള്ള ആൾക്കാർക്കോ വലിയ കുഴപ്പമില്ലാതെ തന്നെ ഈ ഒരു ബാക്ക് സീറ്റിൽ ഇരിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സീറ്റ് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഒരു സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഈ ഒരു റിനോൾട്ടിൻ്റെ ട്രൈബറിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രാക്ടിക്കാലിറ്റിയുടെ ഭാഗമായിട്ട് ഈ ഒരു ഇവിടെ ഒരു 12 വോൾട്ട് ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിസിബിലിറ്റി കിട്ടുന്ന ഒരു സൈഡ് വിൻഡോയും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് റോ സീറ്റിലേക്ക് പോകാം. സോ ഈ ഒരു സെക്കൻഡ് റോ സീറ്റിലേക്ക് വരുമ്പോൾ അത്യാവശ്യം കംഫർട്ട് വരുന്നൊരു മിഡിൽ റോ തന്നെയാണ് ഈ ഒരു ട്രൈബറിൻ്റേത്. ഒരു തിയേറ്ററിക്കൽ സ്റ്റൈൽ സീറ്റാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സീറ്റിനെക്കാട്ടി കുറച്ചുകൂടെ ഉയർന്ന രീതിയിലാണ് ഈ ഒരു സീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ സീറ്റ് തന്നെ നമുക്ക് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബാക്ക് ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചുകൂടി കംഫർട്ടായിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കും. സോ കംഫർട്ട് വൈസ് അത്യാവശ്യം നല്ല ഒരു വാഹനം തന്നെയാണ് റിനോൾട്ട് ട്രൈബർ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഡോർ പോക്കറ്റ്സ് എല്ലാം വളരെ വലുതാണ്. ഏകദേശം 2 ലിറ്ററോളം ബോട്ടിൽ ഹോൾഡേഴ്സ് വെക്കാൻ തോന്നുന്നു. അത്രയും വലിയ ബോട്ടിൽ ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബി പില്ലറിലായിട്ടാണ് ഇതിൻ്റെ AC വെന്റ് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ചാർജിങ് സോക്കറ്റ് വന്നിട്ടുണ്ട്. സോ ഓവറോൾ നമ്മൾ നോക്കുവാണെങ്കിൽ മോശമല്ലാത്തൊരു കംഫർട്ട് എക്സ്പീരിയൻസ് തരുന്ന ഒരു സെക്കൻഡ് റോ സീറ്റ് ഉണ്ടായിരുന്നു റിനോൾട്ട് ട്രൈബറിൻ്റേത്. സോ പ്രാക്ടിക്കാലിറ്റിയുടെ കാര്യം നോക്കുവാണെങ്കിൽ ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന യൂട്ടിലിറ്റി സ്പേസസിൻ്റെ കാര്യത്തിൽ ഒരു പുലി തന്നെയാണ് ആക്ച്വലി ഈ ഒരു വാഹനം. ഒരുപാട് യൂട്ടിലിറ്റി സ്പേസസ് വന്നിട്ടുണ്ട്. ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ ഈ ഒരു ടോപ്പ് പോർഷനിലായിട്ടൊരു യൂട്ടിലിറ്റി സ്പേസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ താഴെയായിട്ട് അത്യാവശ്യം വളരെ വലിയൊരു ഗ്ലോ ബോക്സ് വന്നിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് ഈ ഒരു സെൻട്രൽ പോർഷനിലായിട്ട് ഒരു ഗ്ലോ ബോക്സ് വന്നിട്ടുണ്ട്. അതും കൂൾഡ് ഗ്ലോ ബോക്സ് ആണ് എന്നുള്ളതാണ്. അത് ആ ഒരു ടച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഈ ഒരു സെൻട്രൽ പോർഷനിലായിട്ടും ഒരുപാട് സ്പേസസ് കൊടുത്തിട്ടുണ്ട്. ഫോൺ വെക്കാനായിട്ടും അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് കാർഡ് വെക്കാനായിട്ടും ഈ ഒരു 2 പോർഷൻസ് വന്നിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ഡോർ പോക്കറ്റ്സ് വന്നിരിക്കുന്നതും അത്യാവശ്യം വളരെ വലിയ ഡോർ പോക്കറ്റ്സുകളൊക്കെ തന്നെയാണ്. സോ പ്രാക്ടിക്കാലിറ്റിയുടെ കാര്യത്തിൽ ഫുൾ മാർക്ക് തന്നെ കൊടുക്കാവുന്ന ഒരു വാഹനം തന്നെയാണ് റിനോൾട്ടിൻ്റെ ട്രൈബർ. സോ ദ 4th പോയിന്റ് എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ ഡ്രൈവബിലിറ്റിയാണ്. ഈ വാഹനത്തിൻ്റെ ഒരു എഞ്ചിൻ വരുന്നത് ഒരു 1 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനാണ്. 72 PS ഓഫ് പവറും അതുപോലെ തന്നെ 96 ന്യൂട്ടൺ മീറ്ററിൻ്റെ ടോർക്കും വരുന്നൊരു എഞ്ചിനാണ്. അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം, ഒരു 7 സീറ്റർ വാഹനത്തിന് ഏകദേശം ഇത്രത്തോളം എഞ്ചിൻ കപ്പാസിറ്റിയുള്ള ഇത്രത്തോളം പവറുള്ള വാഹനത്തിന് ഇത്ര 7 പേരെ വെച്ചുകൊണ്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നുള്ളതായിരിക്കും. പക്ഷെ 5 പേരെ വെച്ചിട്ടൊന്നും വളരെ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. കുറച്ചൊരു ഡിഫിക്കൽറ്റി വരുന്നത് ഒരു 7 പേര് കറക്റ്റ് 7 പാസഞ്ചർ വരുമ്പോഴാണ്. അപ്പോൾ നമ്മൾ അധികം കുറച്ചുകൂടി ഗിയർ ഡൗൺ ചെയ്ത് ഓടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇപ്പോൾ ഈ ഇന്ന് ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു AMT വേരിയൻ്റ് ആണ്. അപ്പോൾ AMT വേരിയൻറ്റിൽ നമ്മൾ ഒരു 7 പാസഞ്ചറൊക്കെ വെച്ച് ഓടിക്കുകയാണെങ്കിൽ മാനുവൽ മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കുന്നതായിരിക്കും ഉചിതം. ഗിയർ ഷിഫ്റ്റിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ സാധാരണ എല്ലാ AMT ഗിയർ ബോക്സും കുറച്ച് ലാഗിയാണ്. അതുപോലെ തന്നെ ഈ വാഹനത്തിലും കുറച്ച് ലാഗിയാണ്. പക്ഷേ നമ്മൾ ആ ഒരു ത്രോട്ടിൽ റെസ്പോൺസ് ഒരു മയത്തിലൊക്കെ ഒരു മര്യാദയ്ക്ക് ത്രോട്ടിൽ റെസ്പോൺസ് കൊടുക്കുകയാണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. സ്ലോ ഷിഫ്റ്റ് ആണെങ്കിലും ഗിയർ ഷിഫ്റ്റ് വളരെ സ്മൂത്താണ്. എടുത്ത് പറയേണ്ടത് ഒട്ടും തന്നെ ജെർക്കില്ലാത്ത രീതിയിൽ ഈ ഒരു ഗിയർ ഷിഫ്റ്റ് നടക്കുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റിയറിംഗിൻ്റെ റെസ്പോൺസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ആവറേജ് സ്റ്റിയറിംഗ് റെസ്പോൺസ് തരുന്നൊരു വാഹനമാണ്. സോ ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് എല്ലാം ആവറേജ് ആണ്. അതുപോലെ തീരെ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്ത് തന്നെ നമുക്ക് വാഹനം സിറ്റിയിൽ യൂസ് ചെയ്യാൻ സാധിക്കും.
ഈ വാഹനത്തിന്റെ സസ്പെൻഷൻ വന്നിരിക്കുന്നതും കുറച്ചൊരു സ്റ്റിഫർ സൈഡിൽ തന്നെയാണ്. കുറച്ച് നല്ലതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാര്യം 7 പേര് യാത്ര ചെയ്യുന്ന ഒരു വാഹനമാണ്. അപ്പം കുറച്ചും കൂടി ഒരു സ്റ്റിഫർ സസ്പെൻഷൻ വരുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ആ ഒരു വാഹനം നമ്മൾ കുറച്ച് സ്പീഡിലൊക്കെ എടുത്ത് കോർണർ ചെയ്യുമ്പോഴൊക്കെ യാത്രക്കാരൊട്ടും കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. അത്യാവശ്യം നല്ല ബോഡി റോൾ വരും. ഇത് കുറച്ചൊരു സ്റ്റിഫർ സൈഡിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കർവൊക്കെ നമുക്ക് കുറച്ച് സ്പീഡിൽ തന്നെ എടുക്കാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് ഗട്ടേഴ്സിലും പമ്പിലൊക്കെ കുറച്ചൊരു ഒരു ഷേക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഓവറോൾ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സസ്പെൻഷനാണ് ഈ ഒരു ട്രൈബറിൽ വന്നിരിക്കുന്നത്. സോ 5th പോയിന്റ് എന്ന് പറയുന്നത് ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന ഒരു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിന്റെ അഡീഷൻ ആണ്. ഇതിനകത്ത് വന്നിരിക്കുന്ന AMT ഗിയർ ബോക്സ് ആണ്, ഓട്ടോമാറ്റഡ് മാനുവൽ ഗിയർ ബോക്സ്. ഒരു പ്രൈസ് കട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും ഇതിനകത്ത് ഒരു AMT ഗിയർ ബോക്സ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കാലിബ്രേറ്റ് ചെയ്ത ഒരു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് വന്നിരിക്കുന്നത്. സാധാരണ എല്ലാ AMT ഗിയർ ബോക്സുകളെയും പോലെ ഇതും കുറച്ച് ലാഗ് തന്നെയാണ്, നമുക്ക് കുറ്റം പറയാത്ത രീതിയിലൊന്നുമില്ല. എന്നാലും എനിക്കിനകത്ത് ഫീൽ ചെയ്തൊരു പോസിറ്റീവ്, ഈ ഒരു AMT ഗിയർ ബോക്സിൽ ഫീൽ ചെയ്തൊരു പോസിറ്റീവ് പോയിന്റ് എന്ന് പറയുന്നത് തീരെ ജെർക്കില്ലാതെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കുറച്ച് സ്ലോ ആയിട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിലും തീരെ ജെർക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നമ്മളൊരു മൈൽഡ് ആയിട്ടുള്ളൊരു ത്രോട്ടിൽ ഇൻപുട്ടിൽ വളരെ ഡീസെന്റ് ആയിട്ട് തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു എക്സസ് ആയിട്ട് ത്രോട്ടിൽ കൊടുക്കുമ്പോൾ മാത്രമാണ് കുറച്ച് അഗ്രസീവ് ആയിട്ട് അത് ഷിഫ്റ്റ് ചെയ്യുന്നത്. സോ നോർമലായിട്ട് ഒരു സിറ്റി കാറായിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ഒരു ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ ഈ ഒരു വാഹനം, ഈ ഒരു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള ഒരു ഹൈലൈറ്റ് തന്നെയാണ്. സോ ഇപ്പോൾ ഇത്രയാണ് Renault Triberന്റെ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.